ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ ചക്കയൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. എനിക്ക് കുറച്ച് വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട്. വരിക്കച്ചക്ക വെച്ചിട്ട് നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കവർ പാല് ഞാൻ കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 8 സ്പൂൺ പഞ്ചസാരയാണ്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മാറ്റിയെടുക്കാം. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവാണ്. ഇത് വേറൊന്നുമല്ല, നമ്മളിപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആ സെയിം ആട്ട ഇത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 10-15 ചക്കയാണ് എടുത്തിട്ടുള്ളത്, ചക്കച്ചുള. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഗോതമ്പ് മാവിൽ കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്ത് അതും ഈ പഞ്ചസാരയും കൂടി നമുക്ക് ഈ പാലിലോട്ട് ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിങ്ങനെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. ഇതിപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം ഇതിനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. നമുക്കിനി ഒരു മിക്സിയുടെ ജാറിൽ ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കാം. ഇതിനെ നമുക്ക് ഫ്രീസറിൽ വെച്ച് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ ചക്കയൊക്കെ ഒന്ന് പൊളിച്ച് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതാണ്. അത് കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇതിനെയും കൂടെ നമുക്കിനി ഈ മിക്സിയിലിട്ട് ഒന്നും കൂടി അടിക്കാം. ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ചക്ക അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ ഈ ഗോതമ്പ് പൊടിയും പാലും കൂടിയുള്ള ആ കട്ടിയായതും കൂടി ഇട്ട് നമുക്ക് ഒന്നും കൂടി അടിച്ചെടുക്കാം. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമുക്കിത് ഒഴിക്കാം. ഇത് ഓൾറെഡി ഐസ്ക്രീം ഇരുന്ന ഒരു പാത്രമാണ്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാമോടാ? സൂപ്പർ.